അങ്ങനെ നമ്മുടെ പവിത്രൻ 2 വരാൻ പോവുകയാണ് മക്കളെ. കാത്തിരുന്ന് നമ്മുടെ പ്രേക്ഷകർ കണ്ണ് കഴിച്ച് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പവിത്രൻ 2ന്റെ ഒരു പ്രൊമോ എവിടെയാണ്, പവിത്രൻ 2 എപ്പോഴാ വരാൻ പോകുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പവിത്രൻ 2 ഇനി മുതൽ ടി.വിയിൽ വരില്ല, ഹോട്ട്സ്റ്റാറിലാണ് വരാൻ പോകുന്നതെന്ന്. സംഭവം അതുള്ളത് തന്നെയാണ്. അന്ന് ആ വീഡിയോയുടെ താഴെ മുഴുവൻ നെഗറ്റീവ് കമന്റുകളായിരുന്നു. ഇല്ല, ഇവൻ കള്ളം പറയുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇപ്പൊ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിരിക്കുന്ന പുതിയ പ്രൊമോ നിങ്ങൾ കണ്ടായിരുന്നോ? നമ്മുടെ പവിത്രം സീസൺ 2ന്റെ എക്സ്ക്ലൂസീവ്ലി ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. അതായത് ഇനി മുതൽ ടി.വിയിൽ എപ്പിസോഡ് വരില്ല. എന്തുകൊണ്ടാ ടി.വിയിൽ എപ്പിസോഡ് വരാത്തത്? എന്തുകൊണ്ടാ ജിയോ ഹോട്ട്സ്റ്റാറിൽ മാത്രം എപ്പിസോഡ് വരുന്നത്? ടി.വിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ, അതോ സീരിയലുകൾ കൊണ്ട് നിറഞ്ഞത് കൊണ്ടാണോ? ഇതിന്റെ പിന്നിൽ ഒരു വലിയ മാറ്റം തന്നെ നമ്മുടെ മലയാളത്തിൽ വരാൻ പോകുന്നതിന്റെ ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് മടിപ്പായിട്ട് തോന്നും, പക്ഷേ ഒരു കാര്യമുണ്ട്. പവിത്രം 2 എന്തുകൊണ്ട് ഹോട്ട്സ്റ്റാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ റീസണും, അതുപോലെ പവിത്രം 2 എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ പവിത്രം 2 കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി മുതൽ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലായിരിക്കത്തില്ല പവിത്രം 2 വരുന്നത്. ഇന്ന് അത് കൺഫേം ആക്കിക്കൊണ്ട് ചാനൽ തന്നെ ഒരു പ്രൊമോ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്താണ്? പവിത്രം 2ന്റെ ഒരു അതിഗംഭീരമായ ഒരു പ്രൊമോയാണത്. ഇനി എന്താകും ബാക്കി? കഥ അവസാനിച്ചിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. എക്സ്ക്ലൂസീവ്ലി ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ, വിച്ച് മീൻസ് ടി.വിയിൽ ഇനി മുതൽ ഉണ്ടാവില്ല. ടി.വിയിൽ സീരിയൽ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടോ സമയമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ ഹിന്ദിയിലൊക്കെ ഇത് സ്ഥിരം നടക്കുന്നതാണ്. കാരണം സീരിയലുകളുടെ റേറ്റിംഗ് കുറയുമ്പോൾ അതിനെ പതുക്കെ എന്ത് ചെയ്യും? അന്ന് ജിയോ സിനിമയായിരുന്നു, ഇപ്പോഴാണ് ജിയോ ഹോട്ട്സ്റ്റാർ ആയത്. ജിയോ സിനിമയിലോട്ട് തട്ടും. അപ്പോൾ ടി.വിയിൽ പുതിയ പുതിയ സീരിയലുകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ടി.വിയിൽ വന്നിട്ട് റേറ്റിംഗ് കുറഞ്ഞ സീരിയലുകളെല്ലാം നമ്മുടെ ജിയോ സിനിമയിൽ, അതായത് ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ ആണല്ലോ, നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഒരു ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊരു ടെസ്റ്റിംഗ് ആണ്. ഇപ്പൊ നടക്കുന്നത് ഒരു ടെസ്റ്റിംഗ് ആണ്. വിച്ച് മീൻസ് ഈ പവിത്രം 2 എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ റേറ്റിംഗ് കുറഞ്ഞിട്ടുള്ള സീരിയലല്ല. ഇപ്പൊ ഹിന്ദിയിലൊക്കെ ഞാൻ പറഞ്ഞു റേറ്റിംഗ് കുറയുമ്പോഴാണ് ഹോട്ട്സ്റ്റാറിലേക്ക് തട്ടുന്നത്. പക്ഷേ അല്ല, ഇത് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള 10 പോയിന്റിന് പുറത്ത് കിട്ടിയിട്ടുള്ള ഒരു സീരിയലാണ്. സോ ഇതിന്റെ ഒരു സെക്കൻഡ് സീസൺ മുതൽ ഹോട്ട്സ്റ്റാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കാനും ഹോട്ട്സ്റ്റാർ കാണാനും ഹോട്ട്സ്റ്റാറിൽ ഓടുന്ന ഒരു മലയാളം സീരിയലായിട്ട് OTT പ്ലാറ്റ്ഫോമിൽ ഓടുന്ന ആദ്യത്തെ മലയാളം സീരിയലായിട്ട് പവിത്രം 2 മാറും. ഇതിന് പിന്നാലെ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് ഇതുപോലെ 10, 200, 300 എപ്പിസോഡുകളായി ഒരു സീസൺ 1 പോലെ ടി.വിയിൽ എൻഡ് ചെയ്തതിനു ശേഷം സീസൺ 2 എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഹോട്ട്സ്റ്റാറിലേക്ക് എല്ലാ സീരിയലുകളും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. 1-2 വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിൽ നമുക്ക് 10 സീരിയൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലും 10 സീരിയൽ ഓടുന്നുണ്ടാവും. അത് ടി.വിയിൽ പ്രൊമോ കാണിക്കും, എക്സ്ക്ലൂസീവ്ലി ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞാൽ ടി.വിയിൽ പ്രൊമോ കാണിക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, ടി.വിയിൽ എപ്പിസോഡുകൾ വരത്തില്ല. അപ്പൊ ഇത് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലാഭമുള്ള ഒരു ബിസിനസ് തന്നെയാണ്. പക്ഷെ മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ കുറേ സീരിയലുകൾ ഇങ്ങനെ ടി.വിയിൽ വന്നുകൊണ്ടിരിക്കും. വരുന്നു, 1 വർഷം 2 വർഷം ടി.വിയിൽ അതിനെ ഓട്ടിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? നൈസ് ആയിട്ട് ഇതിനെ ഹോട്ട്സ്റ്റാറിലോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഹോട്ട്സ്റ്റാറിൽ പോകുമ്പോഴത്തേക്കും ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കാണാം ടി.വിയിൽ പുതിയ പുതിയ സീരിയൽസ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനകത്തുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യും? അങ്ങ് കൂട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ നമുക്കത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് സീരിയലുകൾ കാണേണ്ട അവസ്ഥയാവും. പുതിയൊരു സീരിയൽ നമ്മൾ കണ്ടു തുടങ്ങി ഒരു 10-300 എപ്പിസോഡ് ആകുമ്പോൾ പിന്നീട് അത് പൈസ അടച്ചാലേ കാണാൻ പറ്റുള്ളൂ എന്നൊരു ലെവലിൽ OTT പ്ലാറ്റ്ഫോമിലേക്ക് മാത്രം, ടി.വിയിൽ ഇല്ലാതെ OTT പ്ലാറ്റ്ഫോമിലേക്ക് മാത്രം ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇതൊരു ടെസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇത് ഞാൻ കുറച്ച് ഗോസിപ്പുകൾ കേട്ടിട്ടാണ് വന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പൊ പ്രൊമോ കൂടി വന്നപ്പം ആ കേസ് അങ്ങ് ഉറപ്പായി. ഇത് ഹിന്ദിയിലൊക്കെ സ്ഥിരമുള്ള പരിപാടിയാണ്, അവിടെ ഇതൊരു പുതുമയുള്ളൊരു കാര്യമേ അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ അവര് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് മാത്രമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇനി ടി.വിയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ പ്രൊമോ വന്ന സ്ഥിതിക്ക് ഒരു 2 ആഴ്ച 3 ആഴ്ചക്കകത്ത് എന്തായാലും വരും. രാവിലെ 6 മണിക്ക് തന്നെയായിരിക്കും അതിന്റെ എപ്പിസോഡ് വരുന്നത്. രാത്രി 9 മണിക്കൊന്നും അല്ല, രാവിലെ 6 മണിക്കായിരിക്കും എപ്പിസോഡുകൾ വരാനായിട്ട് പോകുന്നത്. വളരെ നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സീരിയലുകൾ ഒത്തിരി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമുക്ക് ടോട്ടൽ 10 സീരിയലാണെന്ന് വിചാരിച്ചോ. നമ്മുടെ ടി.വിയിൽ 10 സീരിയലുകൾ ഇപ്പോൾ ഓടുന്നുണ്ടെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ 10 സീരിയലുകളും തീർന്നിട്ടില്ലെങ്കിൽ എങ്ങോട്ട് വരും? ഹോട്ട്സ്റ്റാറിലേക്ക് വരും. പകരം
പുതിയ പുതിയ സീരിയലുകൾ ഇവിടെ കാണും, നമ്മുടെ ടി വിയിൽ വന്നുകൊണ്ടും ഇരിക്കും. നല്ലൊരു പരിപാടിയാണ്. മിക്കവാറും ബിഗ് ബോസ് ഒക്കെ വരുമ്പോൾ 2 കൂടെ വീണ്ടും പോകാൻ ചാൻസ് ഉണ്ട്. ബിഗ് ബോസ് ഒക്കെ ഇനിയിപ്പോൾ ഓഗസ്റ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 1-2 കൂടി വീണ്ടും പോകാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. വളരെ നല്ല തീരുമാനമാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാം, ടി വിയിലും കാണാം. പക്ഷെ പ്രേക്ഷകർ, വീട്ടമ്മമാർ, കുടുംബ പ്രേക്ഷകർ അവർക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. കാരണം വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഒക്കെ വന്നിരുന്ന് വൈകുന്നേരം സീരിയൽ കാണാനിരിക്കുന്നതിന്റെ വൈബ് ഒന്ന് വേറെയാണ്. അപ്പൊ അത് കിട്ടത്തില്ല. ഇനി അവരവരുടെ സമയത്തിനനുസരിച്ച് ഹോട്ട്സ്റ്റാറിൽ എടുത്ത് കാണേണ്ടി വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.